ചാലക്കുടി നഗരസഭ ഉടമസ്ഥതയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൻ കവർച്ച. സ്റ്റേഡിയം കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി സ്റ്റേഷന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കോപ്പർ വാൽവുകൾ അടക്കമുള്ള സാമഗ്രികളാണ് നഷ്ടമായത്. ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിലെ ബാത്റൂമുകളിലെ വാൽവുകളും ടാപ്പുകളും കാണാതായി. താഴോ വാതിലോ പൊളിക്കാതെയാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ താക്കോൽ നഗരസഭയിലാണ്. മോഷണ വിവരം അറിഞ്ഞ് 20-ൽ പരം ദിവസം പിന്നിട്ടിട്ടും പോലീസിൽ പരാതി നൽകിയില്ലെന്ന് നഗരസഭ പ്രതിപക്ഷം ആരോപിച്ചു. ഞാൻ ചെയർമാൻ പലവട്ടം പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥര് സെക്രട്ടറിയോ ഉദ്യോഗസ്ഥരോ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു കഴിവാണ്. ഇദ്ദേഹം ഇപ്പോ കുറെ നാളെ കൗൺസിലിൽ 2 പ്രാവശ്യം പറഞ്ഞു. ഇതിപ്പോ ഞങ്ങളോട് ഇന്നലെയും പറഞ്ഞു. അതായത് ഇദ്ദേഹം പറഞ്ഞിട്ട് സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോ കൂട്ടാക്കുന്നില്ല. അപ്പോ നമ്മുടെ ജോലി കൗൺസിലർ പറഞ്ഞു, നിങ്ങൾ അന്നൊരു കാര്യം നിങ്ങൾ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്ക്, ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തിട്ട് ഇന്നലെ പരാതി കൊടുക്കുന്ന നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. എമ്മീനും വിളിച്ചിരുത്തിട്ട് കൊടുക്കാനാ പറഞ്ഞത്. ഇന്ന് ഞാൻ എമ്മീനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ക്ലർക്ക് കൊണ്ടു കൊടുത്തു എന്ന് എനിക്കറിയില്ലാന്ന്. ഇന്നലെ ചെയർമാൻ പറഞ്ഞത് ഏകദേശം 10 ലക്ഷം രൂപയുടെ സാധനം കളവ് പോയെന്ന് പറയണേ. 10 ലക്ഷം അല്ല, അതിന് മേലെ പോയിട്ടുണ്ട്. അത് അതിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടാൻ പോണല്ലോ. എഞ്ചിനീയർ സെക്ഷൻ ബ്ലോക്ക് ജില്ലാ തലത്തിലുള്ള എഞ്ചിനീയർ വന്നിട്ട് നോക്കിയിട്ടുണ്ട്. അതിന്റെ എന്തൊക്കെ കാണാതായിട്ടുള്ളതെന്ന് അവര് പറഞ്ഞിട്ട് അതിന്റെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ ഇട്ട് തരുള്ളൂ. ഇത് ചാലക്കുടി നഗരസഭയുടെ ഏറ്റവും വലിയ വീഴ്ച. ഈ ഭരണം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഒന്നില്ലെങ്കിൽ ഇവര് രാജിവെച്ച് പോകണം, പുതിയ ഇലക്ഷന് കൊടുക്കണം. ഇവരോട് പറ്റില്ല. ഈ ചാലക്കുടി നഗരസഭനെ ഇവര് കട്ടുമുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് കട്ട ആൾക്കാർ ഞങ്ങൾക്ക് അറിയാന്ന് പറയണേ. അന്ന് പറയാൻ പറഞ്ഞു, അത് വരേണ്ട സമയമാകുമ്പോ പറയാന്ന്. അപ്പൊ ഇതിൽ ശരിക്കും സംശയിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചുമരുകൾ കുത്തി പൊളിച്ചിട്ടില്ല, പൂട്ട് തല്ലി പൊളിച്ചിട്ടില്ല. എന്നിട്ടാണ് അതിന്റെ അകത്ത് നിന്ന് ചെയർമാൻ പറയുന്നത് 10 ലക്ഷം രൂപയുടെ പോയിന്ന്. 10 ലക്ഷത്തിനധികം, അതായത് ഒരു 75-80 ലക്ഷം രൂപയുടെ മുതൽ അതിന്റെ അകത്തുണ്ട്. അത് വെറുതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പൈപ്പ് റേഞ്ച് പോലുള്ള സാധനങ്ങൾ അത് കൊണ്ടുവന്നിട്ട് അതിന്റെ നെട്ട് പോട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അത്ര ബലപരമായ കാര്യങ്ങളും അത്ര ആയുധങ്ങളും സാമഗ്രികളും കൊണ്ടു വന്നാൽ മാത്രമാണ് അതിനുള്ളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് നഗരസഭയുടെ ഏറ്റവും വലിയ വീഴ്ചയാണ്. ഇത് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. എംഎൽഎ ശ്രീ BD ദേവസ്വയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 കോടി രൂപ ചെലവിലാണ് ചാലക്കുടി നഗരസഭയിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത്. ആ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിട്ട് ഇന്ന് 4 വർഷം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഈ 4 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ ഇൻഡോർ സ്റ്റേഡിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനേക്കാളും വളരെ ഗുരുതരമായിട്ടൊരു വിഷയം ജനങ്ങളെ അറിയിക്കാനും മറ്റുമാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. 10 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏകദേശം 1 കോടി രൂപയിലധികം ചെലവഴിച്ചിരിക്കുന്നത് അതിലെ ഫയർ ആൻഡ് സേഫ്റ്റി കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1 കോടിയിലധികം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ആ 1 കോടി രൂപ ചെലവിൽ ഈ ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള കാര്യങ്ങൾ നിർമ്മിച്ചതിൽ അത് സൂക്ഷിച്ചിരിക്കുന്ന റൂം താഴിട്ട് പൂട്ടിയിട്ട് അതിന്റെ താക്കോല് ചാലക്കുടി നഗരസഭയുടെ കയ്യിലാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ താക്കോല് നഗരസഭയുടെ കയ്യിലാണ്. ആ സംഭവം വാടകയ്ക്ക് കൊടുക്കുന്നത് നഗരസഭയാണ്. ആ നഗരസഭയുടെ കൈവശം ഇരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വലിയൊരു ഭാഗം മോഷണം പോയിരിക്കുകയാണ്. ഏകദേശം ചെയർമാൻ പറഞ്ഞ കണക്ക് 10 ലക്ഷം രൂപ. പക്ഷേ 10 ലക്ഷം രൂപയല്ല, 25 ലക്ഷം രൂപയിലധികം വില വരുന്ന സാധന സാമഗ്രികളാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അവിടെ മോഷണം പോയതായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇത് കണ്ടെത്തിയിരിക്കുന്നത്, അവിടെ മോഷണം പോയി എന്നുള്ള കണ്ടെത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ വിഭാഗം, ചാലക്കുടി നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നടത്തിയിട്ടുള്ള ജോയിന്റ് ഇൻസ്പെക്ഷനിലാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള വലിയൊരു വീഴ്ച അല്ലെങ്കിൽ വലിയൊരു കളവ് നടന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ കളവ് ബോധ്യപ്പെട്ടിട്ട് ഇന്നേക്ക് 20 ദിവസം കഴിഞ്ഞു. കളവ് ചാലക്കുടി നഗരസഭയുടെ ഒരു പൊതുമുതല് കട്ടുവെന്ന് അറിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടും ഒരു കടലാസ്, അതിന്റെ പരാതി സംബന്ധിച്ചിട്ട് കടലാസ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനായിട്ട് ഇതേവരെ ചാലക്കുടി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല.